നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി ഭാഗം ചർച്ച ചെയ്യാം. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് രാഷ്ട്രപതി, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ പുനഃസ്ഥാപിച്ചത്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ് രാഷ്ട്രപതി, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ പുനഃസ്ഥാപിച്ചത്. 1975 38ാം ഭേദഗതി പ്രകാരമാണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതി, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ സംതൃപ്തി പ്രകാരമാണെന്നും അവ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നും ഭേദഗതി ചെയ്തത്. 1975 38ാം ഭേദഗതി പ്രകാരമാണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതി, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ സംതൃപ്തി പ്രകാരമാണെന്നും അവ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നും ഭേദഗതി ചെയ്തത്. 44ാം ഭേദഗതി പ്രകാരമാണ് രാഷ്ട്രപതി, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവരുടെ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ പുനഃസ്ഥാപിച്ചത്. ക്യാബിനറ്റ് എന്ന പദം അനുച്ഛേദം 352 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ക്യാബിനറ്റ് എന്ന പദം അനുച്ഛേദം 352 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(f) പ്രതിപാദിക്കപ്പെട്ട ഏതുമായി ബന്ധപ്പെട്ട മൗലിക സ്വാതന്ത്ര്യമാണ് 44ാം ഭേദഗതിയിലൂടെ നീക്കം ചെയ്യപ്പെട്ടത്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(f) പ്രതിപാദിക്കപ്പെട്ട സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമാണ്, ആ ഒരു മൗലിക സ്വാതന്ത്ര്യമാണ് 44ാം ഭേദഗതിയിലൂടെ നീക്കം ചെയ്യപ്പെട്ടത്. ഭരണഘടനയുടെ 73ാം ഭേദഗതി എത്രാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9ാമത്തെ. ഭരണഘടനയുടെ 73ാം ഭേദഗതി 9ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? 73-74. ഭരണഘടനയുടെ 73-74 ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്. 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 102, 191. 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 102, 191. 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1989 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വർഷം 1989 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 55. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 55. മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 53. മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 53. ഏത് രാഷ്ട്രപതിയാണ് ഭരണഘടനയുടെ 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം അംഗീകരിച്ചത്? ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഭരണഘടനയുടെ 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം അംഗീകരിച്ചത്. ഏത് രാഷ്ട്രപതിയുടെ കാലത്താണ് 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്നത്? ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതി ആയിരിക്കുന്ന കാലത്താണ് 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്നത്. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് 52, 91. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് 52, 52, 91. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 56, 56. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 56.
മുന്നാക്ക സംവരണത്തിനായി ഭേദഗതി ചെയ്ത ഭരണഘടനാ വകുപ്പുകളാണ് 15, 16. ഭേദഗതി 103. മുന്നാക്ക സംവരണത്തിനായി ഭേദഗതി ചെയ്ത ഭരണഘടനാ വകുപ്പുകളാണ് 15, 16. ഭേദഗതി 103. ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തുകളെ സംബന്ധിച്ച് എത്ര കാര്യങ്ങളാണ് 11-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 29. ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തുകളെ സംബന്ധിച്ച് 29 കാര്യങ്ങളാണ് 11-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നഗരഭരണം സംബന്ധിച്ച എത്ര അനുച്ഛേദങ്ങളാണ് 74-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 18. പാർട്ട് 9A. നഗരഭരണം സംബന്ധിച്ച 18 അനുച്ഛേദങ്ങളാണ് പാർട്ട് 9A-ലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 18 അനുച്ഛേദങ്ങളാണ് 74-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 86-ാം ഭേദഗതി നിലവിൽ വന്നതെന്നാണ്? 2002 ഡിസംബർ 12. ഭരണഘടനയുടെ 86-ാം ഭേദഗതി നിലവിൽ വന്നത് 2002 ഡിസംബർ 12. ഭരണഘടനയുടെ 86-ാം ഭേദഗതി നടത്തിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? അടൽ ബിഹാരി വാജ്പേയി. ഭരണഘടനയുടെ 86-ാം ഭേദഗതി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. ഭരണഘടനയുടെ 86-ാം ഭേദഗതി പ്രകാരം നിർദ്ദേശക തത്വങ്ങൾ സംബന്ധിച്ച ഏത് അനുച്ഛേദത്തിലാണ് മാറ്റം വരുത്തിയത്? 45. ഭരണഘടനയുടെ 86-ാം ഭേദഗതി പ്രകാരം നിർദ്ദേശക തത്വങ്ങൾ സംബന്ധിച്ച 45-ാം അനുച്ഛേദത്തിലാണ് മാറ്റം വരുത്തിയത്. ഭരണഘടനയുടെ 86-ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഭരണഘടനയുടെ 86-ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഭരണഘടനയുടെ 91-ാം ഭേദഗതി നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ തലവനാരായിരുന്നു? പ്രണബ് മുഖർജി. ഭരണഘടനയുടെ 91-ാം ഭേദഗതി നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ തലവൻ പ്രണബ് മുഖർജി. 2026 വരെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകളുടെ പുനഃക്രമീകരണം പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 84. 2026 വരെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകളുടെ പുനഃക്രമീകരണം പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് 84-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം 12. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം 12. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗബലം എത്ര വരെയാകാം? 81. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗബലം 81 വരെയാകാം. മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം പാർലമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 91. 2003 വർഷം കേട്ടോ. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം പാർലമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91. വർഷം 2003. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് 86-ാം ഭരണഘടനാ ഭേദഗതിക്ക് അടിസ്ഥാനം? സൈക്കിയ കമ്മിറ്റി. സൈക്കിയ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് 86-ാം ഭരണഘടനാ ഭേദഗതിക്ക് അടിസ്ഥാനം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 89. വർഷം 2003. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി 89. വർഷം 2003. സർവീസ് ടാക്സിന് വ്യവസ്ഥ ഏർപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 88. സർവീസ് ടാക്സിന് വ്യവസ്ഥ ഏർപ്പെടുത്തിയത് 88-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 268A. സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 268A. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി 84. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 84.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2020 വരെ ലോക്സഭയിലും നിയമസഭകളിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതി 95. വർഷം 2009. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2020 വരെ ലോക്സഭയിലും നിയമസഭകളിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതി 95. വർഷം 2009. മധ്യപ്രദേശും ഒഡീഷയും കൂടാതെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ഗോത്രവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി മന്ത്രിയെ നിയമിക്കണം എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 94. മധ്യപ്രദേശും ഒഡീഷയും കൂടാതെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ഗോത്രവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി മന്ത്രിയെ നിയമിക്കണം എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 94. ഒറിയയ്ക്ക് പകരം ഒഡിയ എന്ന പദം വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 96. ഒറിയയ്ക്ക് പകരം ഒഡിയ എന്ന പദം വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 96. 2 രാഷ്ട്രീയ പാർട്ടികൾ ലയിച്ചാൽ അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രസ്തുത പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുകയും അയോഗ്യരാക്കപ്പെടുകയും ചെയ്യും എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91. 2 രാഷ്ട്രീയ പാർട്ടികൾ ലയിച്ചാൽ അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രസ്തുത പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുകയും അയോഗ്യരാക്കപ്പെടുകയും ചെയ്യും എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91. സർക്കാർ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 93. സർക്കാർ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 93. സഹകരണ സംഘങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനെ 97-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം 9b. സഹകരണ സംഘങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനെ 97-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം ഏത്? 9b. ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി R. വെങ്കിട്ടരാമൻ. ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി R. വെങ്കിട്ടരാമൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം നീട്ടിയ ഒടുവിലത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 104. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം നീട്ടിയ ഒടുവിലത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 104. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി 103. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 103. സംസ്ഥാനങ്ങൾക്കും പിന്നാക്ക സംവരണ പട്ടിക തയ്യാറാക്കാൻ അനുമതി വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമായ 342A ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭേദഗതി 105. സംസ്ഥാനങ്ങൾക്കും പിന്നാക്ക സംവരണ പട്ടിക തയ്യാറാക്കാൻ അനുമതി വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമായ 342A ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭേദഗതിയാണ് 105. ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101. ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 101. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി 102. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി 102. ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നടന്നത്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് നടന്നത്. എത്ര എണ്ണം? 29. നമ്മൾ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരിചയപ്പെടാം. തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ: ഏതെങ്കിലും മന്ത്രിമാരുടെയോ മന്ത്രിസഭയുടെയോ ഒരു പ്രത്യേക നയത്തിനെതിരെ പ്രതിപക്ഷം വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന പ്രമേയമാണ് സെൻഷർ മോഷൻ. ഏതെങ്കിലും മന്ത്രിമാരുടെയോ മന്ത്രിസഭയുടെയോ ഒരു പ്രത്യേക നയത്തിനെതിരെ പ്രതിപക്ഷം വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന പ്രമേയമാണ് സെൻഷർ മോഷൻ. ഏത് വർഷമാണ് സർക്കാരിയ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്? 1983. 1983 സർക്കാരിയ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. റിപ്പോർട്ട് സമർപ്പിച്ചത്
1988. റിപ്പോർട്ട് സമർപ്പിച്ചത് 1988. ഒരു ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാം വായനയിലാണ്? മൂന്നാം വായന. ഒരു ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് മൂന്നാം വായനയിലൂടെയാണ്. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ. ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വർഗീകരിച്ചിരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ചുമതലകൾ. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വർഗീകരിച്ചിരിക്കുന്നത് ചുമതലകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സ്ഥാപിതമായ വർഷം 1990. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ സ്ഥാപിതമായ വർഷം 1990. രാഷ്ട്രപതി വീറ്റോ പവർ വിലക്കധികാരം പ്രയോഗിച്ച ഏക അവസരമാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ല്, അമെൻമെന്റ് ബില്ല്. ഒരു ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എത്രാം വായനയിലാണ്? രണ്ടാം വായന. ഒരു ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് രണ്ടാം വായനയിലൂടെയാണ്. ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 312. ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 312. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതയെ സംബന്ധിച്ച അവസാന തീരുമാനമെടുക്കുന്നത് ബന്ധപ്പെട്ട സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതയെ സംബന്ധിച്ച അവസാന തീരുമാനമെടുക്കുന്നത് ബന്ധപ്പെട്ട സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ 245 മുതൽ 263 വരെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ 245 മുതൽ 263 വരെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ 26 മുതൽ 281 വരെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ 26 മുതൽ 281 വരെ. ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നത് ഏത് സർവീസിലെ ഉദ്യോഗസ്ഥരാണ്? കേന്ദ്ര സർവീസ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നത് കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥരാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 311. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 311. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 279A. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 279A. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പരമാവധി എത്ര കാലത്തേക്ക് താമസിപ്പിക്കാം? 3 മാസം. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പരമാവധി 3 മാസം കാലത്തേക്ക് താമസിപ്പിക്കാം. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 246. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 246. ലോക്സഭയിലെ ശൂന്യവേളയിൽ ഉന്നയിക്കാൻ കഴിയുന്ന വിഷയങ്ങളുടെ എണ്ണം 20. ലോക്സഭയിലെ ശൂന്യവേളയിൽ ഉന്നയിക്കാൻ കഴിയുന്ന വിഷയങ്ങളുടെ എണ്ണം 20. വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കുന്ന പക്ഷം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എത്ര കാലത്തേക്കാണ് പണം പിൻവലിക്കാൻ കഴിയുന്നത്? 2 മാസം. വോട്ട് ഓൺ അക്കൗണ്ട് പാസാകുന്ന പക്ഷം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 2 മാസം കാലത്തേക്കാണ് പണം പിൻവലിക്കാൻ കഴിയുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. അടുത്തത് നമുക്ക് പ്രധാന നിയമങ്ങളെ കുറിച്ച് നോക്കാം. പാർലമെന്റ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം 1986. പാർലമെന്റ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം 1986.
ഐത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. ഐത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. മറ്റൊരാളുടെ പാസ്വേഡ് ഉപയോഗിക്കുന്നതടക്കമുള്ള കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് IT ആക്ട് 2000 ഏത് സെക്ഷനിലാണ്? 66C. മറ്റൊരാളുടെ പാസ്വേഡ് ഉപയോഗിക്കുന്നതടക്കമുള്ള കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് IT ആക്ട് 2000 66C എന്ന സെക്ഷനിലാണ്. ഏത് നിയമം പാസാക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം ആദ്യമായി ചേർന്നത്? സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധന നിരോധന നിയമം പാസാക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം ആദ്യമായി ചേർന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ 2013 ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്തത്? JS വർമ്മ കമ്മിറ്റി. JS വർമ്മ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ 2013 ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്തത്. 2000 ബാലനീതി നിയമത്തിന് പകരമായി പുതിയ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 2015 ഡിസംബർ 31. 2000 ബാലനീതി നിയമത്തിന് പകരമായി പുതിയ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2015 ഡിസംബർ 31. 2015 ബാലനീതി നിയമം പാർലമെന്റ് ഭേദഗതി ചെയ്ത വർഷം 2021. 2015 ബാലനീതി നിയമം പാർലമെന്റ് ഭേദഗതി ചെയ്ത വർഷം 2021. ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് ബാലനീതി നിയമം നിലവിൽ വന്നത് 2001 ഏപ്രിൽ 1. ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് ബാലനീതി നിയമം നിലവിൽ വന്നത് 2001 ഏപ്രിൽ 1. ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പാസാക്കിയ വർഷം 2000. ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ പാസാക്കിയ വർഷം 2000. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 നിലവിൽ വന്നതെന്ന്? 2016 ജനുവരി 15. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 നിലവിൽ വന്നത് 2016 ജനുവരി 15 നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. ഇന്ത്യയിൽ എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയ വർഷം 1897. ഇന്ത്യയിൽ എപ്പിഡമിക് ഡിസീസസ് ആക്ട് പാസാക്കിയ വർഷം 1897. ബാലനീതി നിയമപ്രകാരം കുറ്റാരോപിതൻ എത്ര വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിലാണ് പ്രായപൂർത്തിയായ ആളായി പരിഗണിക്കുന്നത്? 16. ബാലനീതി നിയമപ്രകാരം കുറ്റാരോപിതൻ 16 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിലാണ് പ്രായപൂർത്തിയായ ആളായി പരിഗണിക്കുന്നത്. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഗുരുപാദ സ്വാമി കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1979. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഗുരുപാദ സ്വാമി കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1979. 2006 പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം എത്ര വയസ്സ് പൂർത്തിയാവാത്ത പുരുഷന്മാരെയാണ് ചൈൽഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21. 2006 പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം 21 വയസ്സ് പൂർത്തിയാവാത്ത പുരുഷന്മാരെയാണ് ചൈൽഡ് എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി ആരായിരുന്നു? പ്രമോദ് മഹാജൻ. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി പ്രമോദ് മഹാജൻ ആയിരുന്നു. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണം എന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണം എന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം.
കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 2007. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2007. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പേത്? 304B. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പാണ് 304B. ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര വയസ്സാണ്? 18. ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 18 വയസ്സാണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് റൂൾസ് പ്രകാരം എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നതാണ് നിരോധിച്ചിരിക്കുന്നത്? 14. ചൈൽഡ് ലേബർ അതായത് പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെന്റ് റൂൾസ് പ്രകാരം 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നതാണ് നിരോധിച്ചിരിക്കുന്നത്. ചൈൽഡ് ലേബർ അതായത് പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1986. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1986. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ, പ്രധാന നിയമങ്ങൾ, കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും പരിചയപ്പെട്ടു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രധാന നിയമങ്ങൾ പൂർണ്ണമായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.